ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്കുള്ള 250 ചോദ്യങ്ങളും അവിടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ അടുത്ത സെക്ഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നുണ്ട്, നല്ല രീതിയിൽ കാണുന്നുണ്ട്, നല്ല റെസ്പോൺസ് വരുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. സോ ഇത്തരത്തിൽ തന്നെ ക്ലാസ്സുകൾ നമ്മൾ തുടരുന്നതായിരിക്കും. 250 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുക്കളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പരമാവധി 5-ാം തീയതിക്ക് മുമ്പായി തീർക്കാമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു സമയം വളരെ പരിമിതമായൊരു സമയമാണത്. അതുകൊണ്ട് തന്നെ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും എങ്ങനെയാണെങ്കിലും 250 ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ 31ാമത്തെ ചോദ്യം, ഈ സെക്ഷനിലെ ഒന്നാമത്തെ ചോദ്യവും ഈ കണ്ടിന്യൂഷൻ വരുമ്പോൾ 31ാമത്തെ ചോദ്യവും ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നതിൽ നീളം കുറഞ്ഞ തെങ്ങിനത്തിൽ പെടുന്നതേത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ നീളം കുറഞ്ഞ തെങ്ങിനത്തിൽ പെടുന്നതേത്? അതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ചാവക്കാട് ഓറഞ്ച്, ബി ചാവക്കാട് ഗ്രീൻ, സി ലക്ഷദ്വീപ് ഓർഡിനറി, ഡി എയും ബിയും. ഇങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ചോദ്യം ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നീളം കുറഞ്ഞ തെങ്ങിനത്തിൽ പെടുന്നതേത് എന്നാണ് ചോദ്യം, അല്ലെ? അപ്പം കുട്ടികളെ ശ്രദ്ധിക്കുക. നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ എ പരിശോധിക്കുമ്പോൾ ശരിയാണ്. ചാവക്കാട് ഓറഞ്ച് ഈ പറയുന്ന നീളം കുറഞ്ഞ തെങ്ങിനത്തിൽ പെടുന്നതാണ് ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഉടനെ ഈ പറയുന്ന ഓപ്ഷൻ എ കയറി കറുപ്പിക്കരുത്. അങ്ങനെ കറുപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അത് തെറ്റായി പോകും. ഓക്കെ അല്ലെ? ഇനി ബി നോക്കുമ്പോൾ ചാവക്കാട് ഗ്രീനും എന്ത് തന്നെയാണ്? നീളം കുറഞ്ഞ തെങ്ങിനത്തിൽ പെടുന്നതാണ്. ഓക്കെ അല്ലെ? സോ എയും ബിയുമാണ് ആൻസർ. കറക്റ്റ് ആൻസർ അപ്പൊ ഏത് വരും? ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ PSC പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ചാടിക്കേറി ആൻസർ ചെയ്ത് കറുപ്പിക്കാൻ നിൽക്കരുത്. കൃത്യമായി ആൻസർ ഏതാണെന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രം കറുപ്പിക്കുക. കാരണം അറിയാവുന്ന ഒരു ചോദ്യത്തിന് നെഗറ്റീവ് അടിക്കുക എന്ന് പറയുന്നത് 1.33 മാർക്കാണ് നമുക്ക് മൈനസ് ആയി പോകുന്നത്. എന്ന് വെച്ചാൽ ശരിയാകേണ്ട 1 മാർക്ക് മൈനസ് ആയതിന്റെ 3 മാർക്ക് കിട്ടും. 0.33 നഷ്ടപ്പെടും. ഓക്കെ അല്ലെ? അതുകൊണ്ട് തെറ്റാണ്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ മുമ്പത്തെ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ LGS 10th ലെവൽ പരീക്ഷകളിൽ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പഠിച്ചു പോകാം. നീളം കുറഞ്ഞ ഇനം എന്ന് വെച്ചാൽ നീളം കുറഞ്ഞ തെങ്ങിനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഓൾറെഡി വായിച്ച് 2 തെങ്ങിനങ്ങൾ പറഞ്ഞു. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ. ഇത് രണ്ടും നീളം കുറഞ്ഞ തെങ്ങിനങ്ങളാണ്. ഓക്കെ, ഇനി നീളം കുറഞ്ഞ തെങ്ങിനങ്ങളിൽ പെട്ടത് തന്നെയാണ് ഇത് ഗംഗാബോധവും. ഓക്കെ അല്ലെ? അപ്പൊ ചാവക്കാട് ഗ്രീന്, ചാവക്കാട് ഓറഞ്ച്, ഗംഗാബോധം, ഇത് മൂന്നും എന്താണ്? നീളം കുറഞ്ഞ തെങ്ങിനങ്ങളിൽ പെടുന്നതാണ്. ഇതിന്റെ സവിശേഷതകൾ പറയുമ്പോൾ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 8 മീറ്റർ മുതൽ 10 മീറ്റർ വരെ മാത്രമായിരിക്കും ഈ തെങ്ങുകളുടെ ഉയരം എന്ന് പറയുന്നത്. എത്രയാണ് സുഹൃത്തുക്കളെ? 8 മീറ്റർ മുതൽ 10 മീറ്റർ മാത്രമാണ് ഉയരം ഉണ്ടാകുന്നത്. ഓക്കെ അല്ലെ? അപ്പം ഏതൊക്കെയാണ് തെങ്ങിനങ്ങൾ? ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാബോധം. ഇത്രയാണ് ആ നീളം കുറഞ്ഞ തെങ്ങിനങ്ങൾ പറയുന്നത്. ഓക്കെ അല്ലെ? ഇതിന്റെ പരമാവധി ഉയരം ഏകദേശം 10 മീറ്റർ വരെ ആകത്തുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. ഇതിന് പിന്നെ ഒരു കായ്ഫലം ലഭിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ നട്ടുവെച്ച് കഴിഞ്ഞാൽ, തെങ്ങിൻ തൈ നട്ടുവെച്ച് കഴിഞ്ഞാൽ 4-5 വർഷത്തിനകം നമുക്കിതിന്റെ കായ്ഫലം ലഭിക്കും. എന്ന് വെച്ചാൽ 4-5 വർഷം കഴിയുമ്പോൾ തെങ്ങ് കായ്ക്കും എന്നാണ് അർത്ഥം. ഓക്കെ അല്ലെ? സോ 4-5 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കായ്ഫലം ഉണ്ടാകും. ഓക്കെ അല്ലെ? ഇനി അടുത്തത് പറയുന്നത് ഈ തെങ്ങിന്റെ ആയുസ് പറയുന്നത് 30 വർഷം മുതൽ 35 വർഷം വരെ ആയിരിക്കും ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ തെങ്ങിനങ്ങൾക്ക് ആയുസ് കുറവാണ്. 30 വർഷം മുതൽ 35 വർഷം വരെ മാത്രമാണ് ഇതിന് ആയുസ് ഉണ്ടായിരിക്കുന്നത്. നീളം കൂടിയ തെങ്ങിനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് ആയുസ് കുറവാണ്. ഓക്കെ അല്ലെ? ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത പറയുന്നത് തേങ്ങയുടെ നിറം. ഓക്കെ, ഇതിന് തേങ്ങയുടെ നിറം എന്ന് പറയുന്നത് ഒന്നുകിൽ മഞ്ഞയായിരിക്കും, അല്ലെങ്കിൽ ഓറഞ്ച് ആയിരിക്കും, തവിട്ടായിരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറത്തിലുള്ള മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറത്തിലുള്ള കളറിലുള്ള തേങ്ങയാണ് ഇതിൽ നിന്ന്, ഈ നീളം കുറഞ്ഞ തെങ്ങിനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ നീളം കുറഞ്ഞ തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാബോധമാണ്. ഇതിന്റെ തേങ്ങയുടെ നിറം ഏതൊക്കെയാണ്? മഞ്ഞ, ഓറഞ്ച്, തവിട്ട് എന്നീ നിറങ്ങളിലാണ് ഇതിന്റെ തേങ്ങ വരുന്നത്. ഓക്കെ അല്ലെ? ഇനി ഉയരം പറഞ്ഞു 8 മീറ്റർ മുതൽ 10 മീറ്റർ വരെയാണ്. അതിന്റെ കായ്ഫലം ലഭിക്കുന്നത് നട്ടുവെച്ചതിന് ശേഷം 4-5 വർഷം കഴിയുമ്പോൾ കായ്ഫലം ഉണ്ടാകും. ഉയരം എന്ന് പറയുന്നത് ആയുസ് എന്ന് പറയുന്നത് 30 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ആയിരിക്കും ഇത്തരത്തിലുള്ള തെങ്ങിനങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത്. കൂടെ നമുക്ക് അടുത്തത് നീളം കൂടിയ ഇനത്തിന്റെ തെങ്ങിനത്തിന്റെ പ്രത്യേകതകൾ പഠിക്കാം. ആദ്യം അതിന്റെ പേരെന്ന് പഠിക്കാം, അല്ലെ? നീളം കൂടിയ തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്?
വെസ്റ്റ് കോസ്റ്റ് ഡാല്, ഈസ്റ്റ് കോസ്റ്റ് ഡാല്, ലക്ഷദ്വീപ് ഓർഡിനറി. ഓക്കെ അല്ലെ? അപ്പൊ 3 പേരുകൾ ഓർത്തിരിക്കുക. വെസ്റ്റ് കോസ്റ്റ് ഡാല്, ഈസ്റ്റ് കോസ്റ്റ് ഡാല്, ലക്ഷദ്വീപ് ഓർഡിനറി എന്നിവയാണ് നീളം കൂടിയ തെങ്ങിനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി ഇതിന്റെ ഒരു നീളം എന്ന് പറയുന്നത് 20 മീറ്റർ മുതൽ 30 മീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. നോർമലി നമ്മൾ കാണുന്ന തെങ്ങിനങ്ങളൊക്കെ ഈ ഒരു നീളം ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതാണ് നീളം കൂടിയ തെങ്ങിനങ്ങളുടെ നീളം എന്ന് പറയുന്നത്. 20 മീറ്റർ മുതൽ 30 മീറ്റർ വരെ അതിന് നീളം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഓർത്തിരിക്കുക, കായ്ഫലം ലഭിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, നീളം കുറഞ്ഞതാണെങ്കിൽ 4-5 വർഷം കഴിയുമ്പോൾ കായ്ഫലം ലഭിക്കുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ 6 മുതൽ 10 വർഷത്തിനിടയ്ക്കായിരിക്കും എന്ത് ലഭിക്കുന്നത്, കായ്ഫലം ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ നട്ടുവെച്ച് 6 വർഷം മുതൽ 10 വർഷം വരെ എടുക്കുമെന്ന് കായ്ഫലം ലഭിക്കാനായി. ഓക്കെ അല്ലെ? സോ കായ്ഫലം 6 വർഷം മുതൽ 10 വർഷം വരെയാണ്. ഇനി എന്താണ്, ഇതിന് ആയുസ് വളരെ കൂടുതലാണ്. നീളം കുറഞ്ഞ തെങ്ങിനത്തെ വെച്ച് നോക്കുമ്പോൾ അതിന് 30 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ആണെങ്കിൽ ഇവിടെ അതിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, ആയുസ് വളരെ കൂടുതലാണ്. 80 വയസ്സ് മുതൽ 100 വർഷം വരെ ഇതിന് ആയുസ് ഉണ്ടായിരിക്കും. ഈ തെങ്ങ് കായ്ഫലം തന്നുകൊണ്ട് ഇത് 100 വർഷം വരെ ഇതിങ്ങനെ ഒരു നിൽക്കുന്ന തെങ്ങിനങ്ങളാണ് ഇത്, ഈ നീളം കൂടിയ തെങ്ങിനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി ഇതിൽ നിന്ന് ലഭിക്കുന്ന തേങ്ങയുടെ നിറം എന്താ, പച്ച നിറത്തിലുള്ള തേങ്ങയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. പച്ച നിറത്തിലുള്ള തേങ്ങ നോർമലി നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന തെങ്ങിനം ഇതാണ് അല്ലെ? അപ്പൊ ഈ പറഞ്ഞ നീളം കൂടിയ തെങ്ങിനങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. നമുക്ക് ലഭിക്കുന്ന തേങ്ങയും ഏത് നിറം തന്നെയാണ്, പച്ച നിറമാണെന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. കഴിഞ്ഞുപോയ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദ്യം ആവർത്തിക്കാം. ഓക്കെ അല്ലെ? നമുക്ക് ഇതിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 32ാമത്തെ ചോദ്യം ഇതാണ്. 32ാമത്തെ ചോദ്യം വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 32ാമത്തെ ചോദ്യം പറയുന്നത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓക്കെ, എ ചന്ദ്ര ലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് എന്ന് വെച്ചാൽ ഇത് രണ്ടും ചേർന്നുണ്ടായതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ജോഡി കാണുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പഠിക്കണം. എന്ന് വെച്ചാൽ ഈ ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് സങ്കരയിനം തെങ്ങാണ്. ഈ 2 ഇനങ്ങൾ ചേർത്തുണ്ടാക്കിയ തെങ്ങാണ് ഈ പറയുന്ന ചന്ദ്രലക്ഷ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ശരിയായ ജോഡി നമുക്ക് തിരഞ്ഞെടുക്കണം. അപ്പൊ ഇത്തരത്തിൽ 2 നമ്മൾ നേരത്തെ പഠിച്ച് 2 ഇനങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ഇനത്തെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സങ്കര ഇനം എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ ഇവിടെ ജോഡി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, ഒരു സൈഡില് ആ പറയുന്ന സങ്കര ഇനം തെങ്ങിന്റെ പേര് കൊടുത്തിരിക്കുന്നു, മറു സൈഡില് ഏതൊക്കെ ഇനങ്ങൾ ചേർന്നാണ് ഈ ഒരു ഇനം ഉണ്ടായിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ അല്ലെ? സോ ഓപ്ഷൻ എ ചന്ദ്ര ലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് അല്ലെങ്കിൽ T/D നമ്മൾ പറയും. ഓക്കെ, ഓപ്ഷൻ ബി ചന്ദ്ര ശങ്കര. ഓക്കെ, ലക്ഷദ്വീപ് ഓർഡിനറി എന്താണ്, ഗംഗാ ബോന്തം. ഓക്കെ, T/D. ഓക്കെ അല്ലെ? ഇനി ലക്ഷ ഗംഗ. ഓക്കെ, ചന്ദ്ര ശങ്കര പറഞ്ഞതിന് ശേഷം ലക്ഷ ഗംഗ. ഏതൊക്കെയാണ്, ചാവക്കാട് ഓറഞ്ച് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റ് ഡോള്. വെസ്റ്റ് കോസ്റ്റ് ആണ് കേട്ടോ, വെസ്റ്റ് കോസ്റ്റ്. ഓക്കെ, അപ്പൊ വെസ്റ്റ് കോസ്റ്റ് ഡോൾ ആണ്, വെസ്റ്റ് കോസ്റ്റ് ഡോൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ? അതാണ് ലക്ഷ ഗംഗ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഡി പറയുന്നത് എന്താണ്, എല്ലാ ജോഡിയും ശരിയാണെന്ന് ഡി പറയുന്നു. ഓക്കെ അല്ലെ? അപ്പൊ ശരിയായ ഓപ്ഷൻ കണ്ടെത്താം. അപ്പോ ചന്ദ്ര ലക്ഷ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഈ പറയുന്ന ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നുണ്ടായത് തന്നെയാണ്, ചേർന്നുണ്ടാക്കിയത് തന്നെയാണ് ഏത്, ഈ പറയുന്ന ചന്ദ്ര ലക്ഷ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ശരിയാണ്. ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ ബിയും സിയും തെറ്റാണ്. അതുകൊണ്ട് എല്ലാ ജോഡിയും ശരിയാണെന്നുള്ളതും തെറ്റാണ്. സോ നമ്മൾ ഇവിടുത്തെ ആൻസർ ഏത് വരും, ആൻസർ എ വരും. എന്ന് വെച്ചാൽ 32ാമത്തെ ചോദ്യത്തിന് ആൻസർ ഏതാണ്, എ. കൃത്യമായ ജോഡി ഏതാണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താണ്, അതായത് സങ്കരയിനം തെങ്ങിനങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ഇനങ്ങൾ ചേർന്നാണ് ആ തെങ്ങിനം ഉണ്ടായിരിക്കുന്നത് എന്ന് കൃത്യമായി പഠിക്കണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും. ഓക്കെ, ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നുണ്ടായിരിക്കുന്നതാണ് ഏത്, ചന്ദ്ര ലക്ഷ. ആ ലക്ഷദ്വീപിന് ലക്ഷയുണ്ട്, അത് വെച്ച് ഓർത്തിരിക്കുക. എന്നാലും മറന്നുപോകരുത്, കാരണം ലക്ഷ ഗംഗ ഇവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് തെറ്റരുത്. എന്നാലും ചെറിയൊരു ക്ലൂ ഇതാണ്, ചന്ദ്ര ലക്ഷ, അതിലൊന്ന് ലക്ഷദ്വീപ് ഓറഞ്ച് ആണ്, ലക്ഷദ്വീപ് ഓർഡിനറി ആണ്. ഓക്കെ അല്ലെ? അപ്പൊ ചന്ദ്രലക്ഷ എന്ന് പറയുന്ന തെങ്ങിനം ഏതൊക്കെ തെങ്ങിനങ്ങൾ ചേർന്നതാണ്, ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നതാണ്. ഓക്കെ അല്ലെ? നമ്മൾ അതിനെ ചുരുക്കി വിളിക്കും T/D എന്ന് പറയും. ഓക്കെ അല്ലെ? ഇനി അടുത്തത് പറയുന്നത് ചന്ദ്രശങ്കരയാണ്. ചന്ദ്രശങ്കര എന്ന് പറയുന്ന ഈ പറയുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള തെങ്ങിനം ഏതൊക്കെ ഇനങ്ങൾ ചേർന്നുണ്ടായതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക, ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ഡോളും ചേർന്നതാണ്. ഓക്കെ അല്ലെ? അപ്പൊ വെസ്റ്റ് കോസ്റ്റ് ഡോളും ചാവക്കാട് ഓറഞ്ചും ചേർന്നുണ്ടായതാണ്. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ഡോളും ചേർന്നുണ്ടായതാണ്. D/T ആണ്. D/T ആണ് ഏത്, ചന്ദ്ര
ശങ്കര എന്ന് പറയുന്നത്. സോ ഇവിടെ ചേരുന്നത് ബി ആണ്. ഓക്കെ, ഇവിടെ ചേരുന്ന ഏതാണ്? ബി ആണ്. അപ്പൊ ചന്ദ്ര ശങ്കര പഠിച്ചു വെച്ചോണേ. ഞാൻ ഇവിടെ കുറിപ്പിച്ചു വെക്കുന്നുണ്ട്, ഇല്ല വരച്ച് കാണിക്കുന്നുണ്ട്, ബാക്കി നിങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി ലക്ഷഗംഗ. ലക്ഷഗംഗ എന്ന് പറയുന്ന തെങ്ങിനം ഏതൊക്കെ തെങ്ങിനങ്ങൾ തമ്മിൽ ചേർന്നാണെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപ് ഓർഡിനറി, ഇവിടെ ലക്ഷദ്വീപ് ഉണ്ട്, ലക്ഷ അല്ലെ, ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാ ബോന്തം പഠിക്കാൻ എളുപ്പമില്ലേ? ലക്ഷ ലക്ഷ ഓക്കെ, ഗംഗ ഗംഗ ലക്ഷഗംഗ. ഓക്കെ അല്ലെ? അപ്പൊ ഓർത്തിരിക്കുക, ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാ ബോന്തം. അപ്പൊ ആ ഒരു സങ്കരീനം ചോദിക്കുകയാണെങ്കിൽ വളരെ നിസ്സാരമായ ആൻസറിലേക്ക് എത്താം. കാരണം ഇതിന്റെ രണ്ടിന്റെയും തുടക്ക ഭാഗം എടുത്തിട്ടാണ് ഈ ഒരു തെങ്ങിനത്തിന്റെ പേരുണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലക്ഷഗംഗയും ലക്ഷചന്ദ്രയും ചന്ദ്രലക്ഷയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമല്ലോ. ഓക്കെ, അത് മാത്രം മതി. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ലക്ഷഗംഗയാണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. അവിടെ ഏതൊക്കെയാണ് വരുന്നത്? ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാ ബോന്തം. ഓക്കെ അല്ലെ? അപ്പൊ എന്തൊക്കെയുണ്ട്? ലക്ഷയുണ്ട്, ഗംഗയുണ്ട്, അത് രണ്ടോടെ ചേർന്ന് എന്താണ്? ലക്ഷ ഗംഗ. പഠിക്കാൻ എളുപ്പമില്ലേ? അതുകൊണ്ട് തന്നെ ബാക്കി നമുക്ക് ഓർത്തിരിക്കാലോ. അടുത്ത ചന്ദ്രലക്ഷ, അതിലൊന്നെന്താ? ലക്ഷദ്വീപ് ഓർഡിനറി ആണ്. മറുവശത്ത് വരുന്ന മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഏത്? ചാവക്കാട് ഓറഞ്ച്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? അപ്പം ഈ പറയുന്ന ഇനങ്ങളെ പറ്റി പഠിച്ചു വെക്കുക. ഏതൊക്കെ ഇനങ്ങൾ ചേർന്നാണ് ഈ പറയുന്ന സങ്കരയിനം തെങ്ങിനം ഉണ്ടായിരിക്കുന്നതെന്ന് കൂടി പഠിച്ചു വെക്കുക. കാരണം പ്രീവിയസ് ചോദ്യങ്ങളിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കൂടെ നമുക്ക് 33ാമത്തെ ചോദ്യം പരിശോധിക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നെല്ലിന്റെ വിത്തിനത്തിൽ പെടാത്തതേത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പവിത്ര, ബി ഹ്രസ്വ, സി മാലിക, ഡി അന്നപൂർണ. ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അതായത് ഈ പറയുന്ന പവിത്രയും ഹ്രസ്വയും അന്നപൂർണയും നെല്ലിന്റെ വിത്തിനങ്ങളാണ്. അതൊരു ആൻസർ ആണ് വേറെ രീതി ചോദ്യം വരുമ്പോ. ഓക്കെ അല്ലെ? പക്ഷെ മാലിക എന്ന് പറയുന്നത് നെല്ലിന്റെ വിത്തിനമല്ല. അതെന്തിന്റെയാണ് നമുക്കറിയാം? പയറിന്റെ വിത്തിനമാണ് അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഓർത്തിരിക്കുക, ആൻസർ വരുന്നത് ഏതാണ്? സി ആണ് ആൻസർ വരുന്നത്. കാരണം ബാക്കി മൂന്നും നെല്ലിന്റെ വിത്തിനങ്ങൾ തന്നെയാണ്. അപ്പൊ കൂട്ടുകാരെ, ഈ ചോദ്യം പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ഓപ്ഷനിലെ 3 കാര്യം പഠിക്കണ്ടേ? അപ്പൊ നെല്ലിന്റെ വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ഇത് മൂന്നും നെല്ലിന്റെ വിത്തിനങ്ങളാണ്. ഇനി ഞാൻ പറഞ്ഞു മാലിക എന്ന് പറയുന്നത് പയറിന്റെ വിത്തിനമാണ് എന്ന്. മാലിക എന്ന് പറയുന്നത് ഉൽപാദനശേഷി കൂടിയ വിത്തിനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം പയറിന്റെ വിത്തിനങ്ങളാണ് ഏത്? മാലിക എന്ന് പറയുന്നത്. അപ്പം ഉൽപാദനശേഷി കൂടിയ പയറിന്റെ വിത്തിനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലോലയുണ്ട്. ഓക്കെ, ലോല എന്ന് പറയുന്നതും പയറിന്റെ ഒരു വിത്തിനമാണ്. മാലികയുണ്ട്, ഭാഗ്യലക്ഷ്മിയുണ്ട്, ജ്യോതികയുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അറിയാവുന്ന പേരൊക്കെയാണ്. ഭാഗ്യലക്ഷ്മിയും ജ്യോതികയൊക്കെ സിനിമാടിമാരാണ് അല്ലെ? അപ്പൊ എന്തായാലും അപ്പൊ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അപ്പൊ പയറിന്റെ വിത്തിനങ്ങളാണ് ഇതൊക്കെ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഓക്കെ അല്ലെ? അപ്പൊ നമ്മൾ പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ നെല്ലിന്റെ വിത്തിനങ്ങളാണെന്ന് പറഞ്ഞു. ഇനി പയറിന്റെ വിത്തിനങ്ങളിൽ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ്? ലോലയുണ്ട്, മാലികയുണ്ട്, ഭാഗ്യലക്ഷ്മിയുണ്ട്, ജ്യോതികയുണ്ട്. പഠിച്ചു എന്ന് കരുതുന്നു. ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വേണേൽ പറയാൻ സാധിക്കും. ഓക്കെ അല്ലെ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോ അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യമാണ്. 34ാമത്തെ ചോദ്യം ഇതാണ്: അനാമിക ഏത് പച്ചക്കറിയുടെ മികച്ച വിത്തിനമാണ്? ഓക്കെ, അപ്പൊ ഉൽപാദനശേഷി കൂടിയ വിത്തിനമാണ്, അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അനാമിക ഏത് പച്ചക്കറിയുടെ മികച്ച വിത്തിനമാണ് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലെ? ഓക്കെ, അപ്പം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഇങ്ങനെ: പച്ചമുളക്, വെണ്ട, വഴുതന, then ഡി തക്കാളി എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയുണ്ട്? പച്ചമുളകുണ്ട്, വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, തക്കാളിയുണ്ട്. ഇങ്ങനെ 4 ഓപ്ഷൻ വന്നിരിക്കുന്നു. ഓക്കെ അല്ലെ? അപ്പൊ അറിഞ്ഞിരിക്കുക, ഈ അനാമിക എന്ന് പറയുന്നത് വെണ്ടയുടെ ഈ പറഞ്ഞ മികച്ച വിത്തിനമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ആൻസർ ഏത് വരും? ബി ആണ് ആൻസർ വരുന്നത്. ഞാൻ ഈ ചോദ്യം ചോദിച്ച ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾ ആൻസറിലേക്ക് എത്തണം കേട്ടോ. അപ്പൊ അതൊരു വിജയമാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കേൾക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നത്, നിങ്ങളും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, തെറ്റുന്നത് ഒരു പ്രശ്നമല്ല. നമുക്ക് ആ തെറ്റിയാലും എന്ത് ചെയ്യണം? അതിന്റെ ശരി പഠിച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലെ? അപ്പൊ അനാമിക എന്ന് പറയുന്നത് വെണ്ടയുടെ മികച്ച വിത്തിനമാണെന്ന് അറിഞ്ഞിരിക്കുക. സോ ആൻസർ ഏതാ? ആൻസർ ബി ആണ്. ഓക്കെ അല്ലെ? അപ്പൊ നമ്മുടെ ബാക്കി പച്ചമുളകിന്റെയും വഴുതനയുടെയും തക്കാളിയുടെയും വെണ്ടയുടെയും ഒക്കെ ബാക്കി വിത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. PSC പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലെ? ഫസ്റ്റ് തന്നെ വെണ്ട ഏതാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഓക്കെ, അപ്പൊ ഈ പേരുകൾ നിങ്ങൾ ആവർത്തിച്ച് പഠിച്ചാൽ തന്നെ ഓർത്തിരിക്കുകയുള്ളൂ. അല്ലെ കമ്പൈൻ സ്റ്റഡി ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ തമ്മിൽ പറഞ്ഞു പഠിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ പറഞ്ഞു പഠിക്കുക. ഓക്കെ, അപ്പൊ വെണ്ട, കിരൺ,
അർക്ക, അനാമിക, സൽകീർത്തിയാണ്. അപ്പൊ വെണ്ടയുടെ വിത്തിനങ്ങൾ ഏതൊക്കെയാ? കിരണുണ്ട്, അർക്കയുണ്ട്, അനാമികയുണ്ട്, സൽകീർത്തിയുണ്ട്. ഇനി പച്ചമുളകിലേക്ക് വരികയാണെങ്കിൽ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഓക്കെ, അപ്പൊ പച്ചമുളക് എടുത്ത് കടിച്ച ഉജ്ജ്വലമായിരിക്കും അല്ലെ, ഒരു ജ്വാലാമുഖി തന്നെ ആയിരിക്കും അല്ലെ, തീനാളം വിഴുങ്ങിയ പോലെ ഇരിക്കും. ഓക്കെ, ദെൻ അനുഗ്രഹ. ഓക്കെ, ഇത് മൂന്നും എന്താണ്? പച്ചമുളകാണ്. ഏതൊക്കെയാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഓക്കെ അല്ലെ, അപ്പൊ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ പച്ചമുളകിന്റെ മികച്ച വിത്തിനങ്ങളാണ്. ഓക്കെ അല്ലെ. ഇനി വഴുതനയിലേക്ക് വന്നാൽ സൂര്യ, ശ്രേത, ഹരിത, നീലിമ എല്ലാം ഈ പറയുന്ന പോലെ എന്താണ്? സൂര്യ, ശ്വേത, പിന്നെന്താണ്? ഹരിത, നീലിമ എല്ലാം ഈ പെൺകുട്ടികളുടെ പേരാണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, വഴുതനയുടെ വിത്തിനം എന്ന് പറയുന്നത് ഏതാണ്? സൂര്യ, ശ്വേത, ദെൻ ഹരിത, നീലിമ എന്നിവ എന്താണ്? വഴുതനയുടെ വിത്തിനങ്ങളാണ്. ഓക്കെ അല്ലെ. ഇനി തക്കാളിയിലേക്ക് വരികയാണെങ്കിൽ മുക്തി, അനഘ, അക്ഷയ. ഓക്കെ അല്ലെ. അപ്പൊ എന്തായാലും ഈ പച്ചക്കറി മൊത്തം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കുറെ പെൺകുട്ടികളുടെ പേര് പഠിക്കാൻ സാധിക്കും അല്ലെ. അത് അങ്ങനെ പഠിച്ചു വെക്കണ്ട, ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് എടുത്ത് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലെ. അപ്പൊ വെണ്ട ഏതൊക്കെയാണ്? കിരണുണ്ട്, അർക്കയുണ്ട്, അനാമികയുണ്ട്, സൽകീർത്തിയുണ്ട്. പച്ചമുളകിന്റെ ഏതൊക്കെയാണ്? ഉജ്ജ്വലയുണ്ട്, ജ്വാലാമുഖിയുണ്ട്, അനുഗ്രഹിയുണ്ട്. വഴുതനയാണെങ്കിൽ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ദെൻ തക്കാളി മുക്തി, അനഘ, അക്ഷയ. ഓക്കെ അല്ലെ. അപ്പൊ ഇത്രയും വിത്തിനങ്ങൾ പഠിച്ചു വെക്കുക. ഇതൊക്കെ ഈ പച്ചക്കറിയുള്ള മികച്ച വിത്തിനങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ അല്ലെ. കൂട്ടുകാർ, അടുത്ത 35ാമത്തെ ചോദ്യമാണ്. പ്രിയങ്ക ഏത് പച്ചക്കറിയുടെ വിത്തിനമാണ്? പ്രിയങ്ക ഏത് പച്ചക്കറിയുടെ വിത്തിനമാണ്? ഇങ്ങനെ തന്നെ PSC പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും കേട്ടോ. അപ്പൊ പ്രിയങ്ക ഏത് പച്ചക്കറിയുടെ വിത്തിനമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ വന്നിരിക്കുന്നത്? പാവൽ, കോവൽ, പടവലം, മുരിങ്ങ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഈ പറയുന്ന പോലെ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ, സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു ന്യൂസ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, പാവലാണ്. പ്രിയങ്ക എന്തിന്റെ വിത്തിനമാണെന്ന് ചോദിച്ചാൽ പാവലാണെന്ന് അറിഞ്ഞിരിക്കുക. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലെ. അപ്പൊ പ്രിയങ്ക എന്ന് പറയുന്നത് പാവലിന്റെ മികച്ച ഒരു വിത്തിനമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ പ്രിയങ്ക എന്ന് പറയുന്ന ഈ മികച്ച വിത്തിനം അത് എന്താണ്? ഈ പറഞ്ഞ് വികസിപ്പിച്ചെടുത്തത് കേരള കാർഷിക സർവകലാശാലയാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. കേരള കാർഷിക സർവകലാശാലയാണ് ഈ മികച്ച ഈ പറഞ്ഞ പ്രിയങ്ക എന്ന് പറയുന്ന വിത്തിനം എന്താണ് വികസിപ്പിച്ചെടുത്തത്? കേരള കാർഷിക കേട്ടോ, കാർഷിക. ഓക്കെ, അപ്പൊ കേരള കാർഷിക സർവകലാശാലയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ. ഇനി എവിടെയാണ് കേരള കാർഷിക ഈ പറയുന്ന കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? അത് മണ്ണുത്തിയാണ്, തൃശ്ശൂരില് മണ്ണുത്തിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തിയാണ്. മണ്ണുത്തിയിലെ ഈ സർവകലാശാലയാണ് എന്ത്? ഈ പ്രിയങ്ക എന്ന് പറയുന്ന ഈ വിത്തിനം, ഈ പറയുന്ന പാവലിന്റെ വിത്തിനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് ഈ പറയുന്ന പാവല്. ഈ പ്രിയങ്ക എന്ന് പറയുന്ന ഈ പാവല്, ഈ വിത്തിനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥയിലെ ആ കാലാവസ്ഥയിൽ നന്നായി വളർന്നു വരുന്ന ഒരു വിത്തിനമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കൂടെ 36ാമത്തെ ചോദ്യം ഇതാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ എറണാകുളം, ബി തൃശൂർ, സി കോഴിക്കോട്, ഡി തിരുവനന്തപുരം. ഇങ്ങനെയാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലെ. അപ്പം ചോദ്യം എന്താണ്? ഓക്കെ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലെ. ഇതിന് ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. ഡി ആണ് കൂട്ടുകാരെ ആൻസർ. അപ്പൊ ഓർത്തിരിക്കുക, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേന്ദ്രമാണ് തിരുവനന്തപുരമാണ്. കൃത്യമായി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ തിരുവനന്തപുരം എന്ന ഓപ്ഷൻ കാണില്ല, ശ്രീകാര്യം എന്നേ കാണുള്ളൂ. അപ്പൊ അറിഞ്ഞിരിക്കുക, തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഓക്കെ, നമ്മുടെ 37ാമത്തെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുന്നു. 37ാമത്തെ ചോദ്യം ഇതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. ഓക്കെ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എ കാസർഗോഡ്, ബി കോഴിക്കോട്, ആൻഡ് സി തൃശൂർ, ഡി കോട്ടയം എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ ആൻസറിലേക്ക് വരുമ്പോൾ അപ്പം ചോദ്യം ഇതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. ഓക്കെ, കാസർഗോഡാണ്. അങ്ങനെ വരുമ്പോൾ ആൻസർ ഏത് വരും? ആൻസർ എ ആണ്. ഓക്കെ, കാസർഗോഡ് ആണ് ആൻസർ. അതുകൊണ്ട് ആൻസർ എ ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങളാണ്.
ഒന്നാമതായിട്ട് പറയേണ്ടത് കേരള കാർഷിക സർവകലാശാലയാണ്. ഓക്കെ, അപ്പൊ കേരള കാർഷിക സർവകലാശാലയാണ് എടുത്തു പറയേണ്ടത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മണ്ണൂത്തിയാണ്, തൃശ്ശൂര് മണ്ണൂത്തിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഓർത്തിരിക്കുക, കേരള കാർഷിക സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് തൃശ്ശൂരാണെന്ന് അറിഞ്ഞിരിക്കുക. തൃശ്ശൂർ എവിടെയാണ്? മണ്ണൂത്തിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. ഓക്കെ അല്ലെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആണ്, സ്പൈസസ് റിസർച്ച്. ഓക്കെ അല്ലെ, അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പം വിട്ടുപോകരുത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? തോട്ടവിളയാണ് പറഞ്ഞത്. തോട്ടവിള കാസർഗോഡാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യമാണ്, ഈ തിരുവനന്തപുരമാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കോഴിക്കോടാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ. ഇനി അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയമാണ് കൂട്ടുകാരെ, കോട്ടയമാണ്, കോട്ടയം. ഓക്കെ, കോട്ടയം. ഓക്കെ അല്ലെ കുട്ടികളെ. അപ്പൊ ഓർത്തിരിക്കുക, കോട്ടയത്താണ് ഏത്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയമാണ്. അപ്പൊ ഇത്രയും ഒന്ന് പഠിച്ചു വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കൂട്ടുകാരെ, 38ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. ഒന്ന്, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ അല്ലെ. പല മൂലകങ്ങളില് ഒരു മൂലകമാണ് ഇത് നൈട്രജൻ എന്ന് പറയുന്നത്. രണ്ട്, അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾ നേരിട്ട് വലിച്ചെടുക്കുന്നു. മൂന്ന്, ഓക്കെ, റൈസോബിയം ബാക്ടീരിയയ്ക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട്. ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത് അല്ലെ. വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള മൂലകം തന്നെയാണ് ഇത് നൈട്രജൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ഇനി അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നേരിട്ട് വലിച്ചെടുക്കുന്നു എന്ന് പറയുന്നു. ആ പ്രസ്താവന തെറ്റാണ്. ഇനി മൂന്നെന്താ? റൈസോബിയം ബാക്ടീരിയയ്ക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട്. ആ പ്രസ്താവന ശരിയാണ്. ഓക്കെ അല്ലെ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, റൈസോബിയം ബാക്ടീരിയയ്ക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട് എന്നറിഞ്ഞിരിക്കുക. അത് തന്നെ ഒരു ചോദ്യമായി വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ പ്രസ്താവന ശരിയാണ്. അപ്പൊ 1, 3 എന്നീ പ്രസ്താവനയാണ് ശരി. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നീ പ്രസ്താവനകളാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലെ. അപ്പൊ കുട്ടികൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള മൂലകം എന്താണ്? നൈട്രജൻ ആണ്. അത് നമുക്കറിയാം. നൈട്രജൻ ആണ് വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മൂലകം എന്ന് പറയുന്നത്. ഇനി സസ്യങ്ങൾക്ക് ഈ നൈട്രജനെ നേരിട്ട് അന്തരീക്ഷത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം അന്തരീക്ഷത്തിൽ നൈട്രജൻ ധാരാളം ഉണ്ടെങ്കിൽ പോലും അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് നേരിട്ട് വലിച്ചെടുക്കാനുള്ള കഴിവില്ല. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇനി 3 എന്ന് പറയുന്നത് ഈ റൈസോബിയം ബാക്ടീരിയ അല്ലെ, പല ബാക്ടീരിയക്ക് ഈ കഴിവുണ്ട്. അതായത് ചില ബാക്ടീരിയകൾക്ക് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ, അന്തരീക്ഷ നൈട്രജൻ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ബാക്ടീരിയ ആണ് ഇത് റൈസോബിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റൈസോബിയം ബാക്ടീരിയയ്ക്ക് ഈ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അത് ഇവിടെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ, ചില പച്ചക്കറികൾ, ഫോർ എക്സാമ്പിൾ പയർ പോലുള്ള ചില പച്ചക്കറികളുടെ വേരിൽ ഈ പറയുന്ന ഈ ബാക്ടീരിയ സ്ഥിതി ചെയ്യുന്നുണ്ട്, വേരിലുണ്ട് അല്ലെ. ആ വേരിൽ ഇരുന്നു കൊണ്ട് ഈ ബാക്ടീരിയ ഇതിനെ എന്താക്കി നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി ഈ സസ്യങ്ങൾക്ക് അബ്സോർബ് ചെയ്യാവുന്ന രീതിയിലാക്കി കൊടുക്കും. ഓക്കെ അല്ലെ. അപ്പൊ ഈ നൈട്രേറ്റ് ആയിട്ട് അത് ജലത്തിൽ അലിഞ്ഞതിന് ശേഷം മാത്രമാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? വലിച്ചെടുക്കുന്നത്, വേരിലൂടെ വലിച്ചെടുക്കുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ എന്തായാലും നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അത് തന്നെയാണ് പറയുന്നത്. ജലത്തിൽ അലിഞ്ഞ നൈട്രേറ്റ് ലവണങ്ങളെയാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. കണ്ടോ, ജലത്തിൽ അലിഞ്ഞ നൈട്രേറ്റ് ലവണങ്ങളെയാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന റൈസോബിയം ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ഈ നൈട്രജനെ വലിച്ചെടുത്തിട്ട് അത് നൈട്രേറ്റ് ആക്കി മാറ്റും അല്ലെ. അതിന്റെ ഗുണം എന്ത് ചെയ്യും? ഈ പറയുന്ന സസ്യങ്ങൾക്ക് ലഭിക്കും. ഓക്കെ അല്ലെ. ഇനി എന്താണ് ഈ പ്രത്യേകിച്ച് ഈ റൈസോബിയം ബാക്ടീരിയ സ്ഥിതി ചെയ്യുന്ന ഏതൊക്കെ പച്ചക്കറികളുടെ അല്ലെങ്കിൽ ഏതൊക്കെ സസ്യങ്ങളുടെ വേരുകളിലാണെന്ന് ചോദിച്ചാല് പയറുണ്ട്, തൊട്ടാവാടിയുണ്ട്, കൊഴിഞ്ഞിലുണ്ട്, മുതിര, ഉഴുന്ന്. അതുകൊണ്ട് നമുക്ക് പച്ചക്കറി എന്ന് പറയാൻ സാധിക്കില്ല. ഈ പറയുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങൾ ഏതൊക്കെയാണ്? പയറ്, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് എന്നീ പറയുന്ന ഈ പറയുന്ന സസ്യങ്ങളുടെയൊക്കെ വേരിൽ ഈ ബാക്ടീരിയ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യും?
ഈ പറഞ്ഞ ബാക്ടീരിയ നൈട്രേറ്റ് ആക്കി മാറ്റും. അതിനുശേഷം ഈ പറയുന്ന ചെടികൾക്ക് അത് ലഭിക്കുകയും ഈ ചെടികളെ പിന്നീട് ഈ പറയുന്ന മണ്ണിൽ വീണ് എന്താണ് നമുക്കറിയാം മണ്ണിനോട് അലിഞ്ഞു ചേരും അല്ലെ. അലിഞ്ഞു ചേരുന്നതിലൂടെ തന്നെ ഈ നൈട്രജന് മറ്റ് സസ്യങ്ങൾ കൂടെ ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ കൂട്ടുകാർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. കൂട്ടുകാർ, നമ്മുടെ 39ാമത്തെ ചോദ്യം ഇതാണ്. മസനോബു ഫുക്കുവോക്ക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്? അദ്ദേഹം ഒരു വ്യക്തിയാണ്. മസനോബു ഫുക്കുവോക്ക. ഓക്കെ, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ പേര് തന്നെയാണ് കേട്ടോ. മസനോബു ഫുക്കുവോക്ക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹരിത വിപ്ലവം, ബി രാസവളങ്ങളുടെ കണ്ടുപിടുത്തം, സി ജൈവ കൃഷി, ഡി മൃഗസംരക്ഷണം. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവം, രാസവളങ്ങളുടെ കണ്ടുപിടുത്തം, സി ജൈവ കൃഷി ആൻഡ് ഡി മൃഗ സംരക്ഷണം. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പൊ മസനോബു ഫുക്കുവോക്ക എന്ന് പറയുന്നത് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ്. അപ്പോ ഈ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ് ആര്? മസനോബു ഫുക്കുവോക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. അതായത് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ജപ്പാൻ ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ് ആര്? ഈ മസനോബു ഫുക്കുവോക്ക എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ജൈവ കൃഷിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോഴത്തെ 2 പോയിന്റ് ഓർത്തിരിക്കുക. ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ്. എന്തിന് ഗവേഷണം നടത്തിയതാണ്? ജൈവ കൃഷിയെ പറ്റി ഗവേഷണം നടത്തിയിട്ടുള്ള ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ് ആര്? മസനോബു ഫുക്കുവോക്ക എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 40ാമത്തെ ചോദ്യമാണ്. അപ്പൊ എന്തായാലും 250 ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. ആ 250 ചോദ്യങ്ങളുടെ ഇത്രയും ക്ലാസ്സുകൾ കണ്ട കുട്ടികൾക്ക് അറിയാം. 250 ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ 250 ചോദ്യം അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചോദ്യത്തിന് നമ്മൾ 5ഉം 6ഉം ചോദ്യം ഉണ്ടാക്കാവുന്ന അനുബന്ധമായി വസ്തുതകളും പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ, മറ്റു ഫാക്ടുകളും പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി കാണുക. ഈ ക്ലാസ് ആണ് ആദ്യമായി കാണുന്നതെങ്കിൽ കുട്ടികളെ തീർച്ചയായും ഇതിലുള്ള മുമ്പുള്ള ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചോദ്യം ഇതാണ്. ലോകത്തിലെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ലോകത്തിലെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ, ബി റഷ്യ, സി ബംഗ്ലാദേശ്, ഡി ചൈന. ഓക്കെ അല്ലെ. ഒരു ഡൗട്ടും വേണ്ട. ചണം കണ്ടോ? ഇന്ത്യയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലെ. അപ്പൊ കൂട്ടുകാരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഇനി ചോദ്യങ്ങൾ ഞാൻ അവിടുന്നും ഇവിടുന്നും എടുത്തുകൊണ്ട് വരുന്ന ചോദ്യങ്ങളല്ല. ഞാൻ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SSCRT പാഠഭാഗങ്ങളിലെ ഒരു പാഠഭാഗം അല്ലെങ്കിൽ 2 പാഠഭാഗങ്ങളാണ് സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളും വസ്തുതകളുമാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്, ഫാക്ടുകളുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. സോ തീർച്ചയായും വരാൻ പോകുന്ന LGS പരീക്ഷയ്ക്ക് ഇത് ഗുണപ്രദമായിരിക്കും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ അല്ലെ. അപ്പൊ ക്ലാസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയുണ്ട്. ഇനിയും അടുത്ത ക്ലാസ്സുകൾ കാണാൻ വേണ്ടി വരിക, ക്ലാസ് കാണുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സോഡിയക് അക്കാഡമി അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സോഡിയക് PSC അക്കാഡമി എന്ന ഞങ്ങളുടെ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലെ. ഇനി നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, സോഡിയക് PSC അക്കാഡമി എന്ന ടെലഗ്രാം ചാനലുണ്ട്. ആ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ക്യാപ്സൂളും നൽകുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റി LGSന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെറിയൊരു ക്യാപ്സൂളുടെ ഇതിൽ നൽകുന്നുണ്ട്. അത് ഉടൻ തന്നെ നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് ആ ക്യാപ്സൂൾ ടെലഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും. സോ ആ ടെലഗ്രാം ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. സോഡിയക് PSC അക്കാഡമി എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂട്ടുകാരെ താങ്ക് യു സോ മച്ച്.